ധൂലി എന്താ സ്ഥലത്തിന്റെ പേര്? ധുലൈ, മഹാരാഷ്ട്ര. അതിരാവിലെ ഡീസൽ അടിക്കുകയാണ്. ഇങ്ങനെ ഓരോ ബെനിഫിറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ പെട്രോൾ പമ്പുകാരെ അവിടെ കിടക്കാനും സമ്മതിക്കണം കേട്ടോ. 4:20 വീണ്ടും യാത്ര തുടങ്ങി. അത്യാവശ്യം നല്ല തണുപ്പാണ്. ഈ ധുലൈ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ജില്ല കേട്ടോ. ഈ സ്ഥലം ബാബുൾട്ടെ. ഇവിടെ ഒരു കട്ടനടിക്കാൻ ഇറങ്ങിയതാണ്. കട്ടനടിച്ച് വേഗം പോവാം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഈ ടൈമിലും ഇവിടെ യാത്രക്കാരുണ്ട് കേട്ടോ. അതുവരെ അവൻ തൊള്ളിയും പൊളിച്ചിന്ന് കണ്ട് ടോളിന്റെ ഉള്ളിൽ അടുത്തെത്തിയപ്പോൾ പറയാം ഇവിടുത്തെ ടോള് വർക്ക് ചെയ്യില്ല. നമ്മൾ പറഞ്ഞു ബാക്കടിക്കാൻ കഴിയൂല. അങ്ങനെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനുണ്ടായി. പിന്നെ ടോളും വേണ്ട ഒന്നും വേണ്ട അവൻ പൊക്കി തന്നു, ഞങ്ങളോട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മഹാരാഷ്ട്ര സ്റ്റേറ്റും കടന്ന് മധ്യപ്രദേശിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ മധ്യപ്രദേശിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2000 വരെ. 2000-ന് ശേഷം പിന്നെ അത് സ്പ്ലിറ്റായി ഛത്തീസ്ഗഡ് എന്നുള്ള ഒരു സംസ്ഥാനം വന്നു. അതോടുകൂടി ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും 2ാം സ്ഥാനം മധ്യപ്രദേശുമായി. ഈ കാണുന്നതാണ് നർമ്മദ. നമ്മൾ പുസ്തകത്തിലൊക്കെ പഠിച്ചില്ല, നർമ്മദ നദി. ഇത് ശരിക്കും മധ്യപ്രദേശിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ഇതിങ്ങനെ ഗുജറാത്ത് കൂടെ പോയിക്കൊണ്ട് ലാസ്റ്റ് അറബിക്കടൽക്ക് ഒഴുകുകയാണ് ഈ നദി. സത്യത്തിൽ നല്ല വിശക്കുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനായില്ലേ, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ മധ്യപ്രദേശിലെ മിയാപുര പറഞ്ഞ സ്ഥലം കണ്ടപ്പോൾ വളരെ കാമേങ്കോയിട്ട് സ്ഥലം, അവിടെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി. മധ്യപ്രദേശിലെ പാചകം അതിന് ഉറപ്പുണ്ടല്ലേ കസാല? എന്താണ് മാഗി? മാഗി മസാല. മാഗി മസാല. ട്രാക്ടർ നല്ല ബോക്സൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ടാ പോകണം.